ഹലോ മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ മിസ് ബാക്കിൽ എഴുതിയ പോലത്തെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സിലബസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ടെൻഷനുണ്ട്, എക്സാം ഡേറ്റ് എടുക്കാറായി, മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ എടുക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സ്കോർ ഭയങ്കര ലോ ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും എൻ്റെ കുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ എക്സാമിന് ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മിസ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങളുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇന്നിപ്പം മിസ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് April 24 ഓക്കെ, ഇനി ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ദിവസം, അതായത് ഒരു ശരിക്കും പിടിക്കുകയാണെങ്കിൽ ഒരു April 30 വരെ പിടിക്കുകയാണെങ്കിൽ 6 ദിവസം, പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യാനാണ് വെക്കാനുള്ളത്. അപ്പം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ സമയത്തും നിങ്ങൾ വെറുതെ സിലബസ് കംപ്ലീറ്റ് ആയില്ല ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് നെഗറ്റീവ് അടിക്കാതെ ടെൻഷൻ അടിക്കാതെ നമ്മൾ ആ ഒരു ഫാക്റ്റ്, ഓക്കെ, നമുക്കിനി സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഫാക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഫാക്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ മാർക്ക് കുറഞ്ഞോട്ടെ എന്നാണ് മിസ് പറയുന്നത്? അല്ല. ഓക്കെ, നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്നത്രയും റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ നമ്മളിനി പഠിക്കാനിരിക്കാൻ പാടില്ല. നോ ന്യൂ ടോപ്പിക്സ്. ഓക്കെ, ഓൾറെഡി ഉള്ളത് നിങ്ങളിനി റിവൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടേക്കാം, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്കിനി ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. NCERT ഉള്ളതാണ്, സിലബസിലുള്ളതാണ്, പക്ഷേ നമ്മൾക്കിനി അതിനി പറ്റില്ല, അതിനുള്ള ദിവസം ഇല്ലാത്ത നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾക്ക് പക്ഷേ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അത് സ്ട്രോങ് ആക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സിലബസ് ഷോർട്ടാക്കുക, ഉള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താകും, നമുക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും. ആ കോൺഫിഡൻസ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം. അല്ലാതെ പഠിച്ചിട്ടില്ല, കിട്ടില്ല, പഠിക്കാത്ത ഭാഗങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരില്ല. ആ ഓർമ്മയില്ലാത്ത ഭാഗങ്ങൾ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിച്ച് നെഗറ്റീവ് അടിക്കാതെ ഉള്ളത് നമ്മൾ ഷോർട്ടാക്കുന്നു, അത് നല്ലപോലെ റിവൈസ് ചെയ്യുന്നു, അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കണം. വെറുതെ ടെസ്റ്റ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് അനാലിസിസ് എന്തായാലും ചെയ്തിരിക്കണം. കാരണം ടെസ്റ്റ് എടുക്കുന്ന അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ടെസ്റ്റ് അനാലിസിസ് ചെയ്യുന്നതിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തെറ്റ് പറ്റിയത്, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ടാണോ, ഓക്കെ, നിങ്ങൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുത്തിയതാണോ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ടെസ്റ്റിൽ അത് ഉണ്ടാവില്ല നിങ്ങൾ ഉറപ്പുവരുത്തണം. ആൻഡ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാത്ത നമ്മുടെ ഭാഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ, ആ ഭാഗം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, അതിലിനി പോയി അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് വരുത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പഠിച്ചെടുക്കാൻ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പകരം എന്ത് ചെയ്യുക, പഠിച്ച ഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിൽ നിങ്ങൾക്ക് തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ടെസ്റ്റ് അനാലിസിസിലൂടെ മനസ്സിലാക്കുക. ഇനി ഇവിടെ മിസ് പറഞ്ഞു പുതിയ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കേണ്ട, കാരണം അതിനുള്ള സമയമില്ല. പക്ഷേ ചില ഭാഗങ്ങളുണ്ടാവും, അതായത് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തത്. അങ്ങനത്തെ ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതായത് ചില PYQs നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക, ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ നോക്കുക, അതൊന്ന് ട്രൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ഒരു കാരണവശാലും ഇനിയുള്ള സമയം ഉപയോഗിക്കരുത്. നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മൾക്ക് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഫുള്ളി റിവിഷൻ വേണ്ടിയിട്ട് മാത്രമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. ഇനി മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ നിങ്ങൾക്ക് ലോ ആയിട്ടാണോ കിട്ടുന്നത്, കുഴപ്പമില്ല. കാരണം ഇതേ മോക്ക് ടെസ്റ്റ് അല്ലല്ലോ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വരാൻ പോകുന്നത്. നീറ്റ് എക്സാമിന് വേറെ തന്നെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ ചിലപ്പോൾ കുറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മോക്ക് ടെസ്റ്റിൽ നല്ല സ്കോർ ഉണ്ടാവും. അത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിനി ഏതൊക്കെ നിങ്ങളുടെ സീനിയേഴ്സിനോട് നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരുടെയൊക്കെ മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ ചിലപ്പോൾ ലോ ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ ഫൈനൽ നീറ്റ് എക്സാമിനായിരിക്കും ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ മോക്ക് ടെസ്റ്റിലെ സ്കോർ കുറയുന്നത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. മോക്ക് ടെസ്റ്റിലെ സ്കോർ കുറയുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇനി ടെസ്റ്റ് എടുക്കാതിരിക്കരുത്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ടെൻഷൻ,
ഈ ടെൻഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോനെ ടെൻഷൻ അടിക്കണോ അത്രത്തോനെ നിങ്ങൾക്ക് എന്താകും, നിങ്ങൾക്ക് പഠിക്കുന്നത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂളായിരിക്കുക. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കാതെ പറ്റാതെ ആകുമ്പോൾ വീണ്ടും ടെൻഷൻ അടിക്കും. അപ്പം കൂളായിരിക്കുക. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. ഓക്കെ, നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളതാണെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്യും. നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ അതെന്ന് വിചാരിച്ച് നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്ന് കരുതി നിങ്ങളുടെ തലയിലേക്കൊന്നും ഇടിഞ്ഞ് വീഴൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഹാപ്പി ആയിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക. നമ്മൾ ചെയ്യാനുള്ളത്, ഓക്കെ, എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെയല്ല. ക്വാളിഫൈ ചെയ്യുന്നതോ ക്വാളിഫൈ ചെയ്യാത്തതോ പിന്നത്തെ കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നന്നായിട്ട് പഠിക്കുക. അത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മക്കളാണ്. അത് പറ്റുന്ന എല്ലാ സാഹചര്യവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്താൽ മാത്രം മതി. ഈ ടെൻഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എത്രയധികം എടുക്കുന്നോ അത്രയധികം നമ്മൾ ബാക്കോട്ട് പോകും. ഓക്കെ, അപ്പോൾ കൂളായിരിക്കുക. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊന്ന് ബുക്ക് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നല്ല സമാധാനത്തോടെ കുറച്ചിരിക്കുക, ബുക്ക് മടക്കി വെക്കുക, ഒരു 15 മിനിറ്റ് വെറുതെ ഇരിക്കുക, ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കുക, 3 തവണ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട, അതിന് അത്രയ്ക്കൊന്നുമില്ല. എൻ്റെ കുട്ടികളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുതിയ സിലബസ് പഠിക്കരുത്, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് അനാലിസിസ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.